പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അക്രമി എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ തെമ്മാടി ആരാണ്, ഏറ്റവും വലിയ റൗഡി ആരാണ്, ഏറ്റവും ഈ സമുദായത്തിൽ മോശപ്പെട്ടവൻ ആരാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായി അടയാളപ്പെടുത്തുകയാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് മറിച്ച് നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ സഹോദരി. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ലോകരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗം അസാ അയ്യകൂനൂ ഖൈറൻ മിൻഹും. ഒരാൾ മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ പരിഹസിക്കാൻ പാടില്ല. ഒരാൾ മറ്റൊരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കാൻ പാടില്ല. ഇന്ന് ഈ സമുദായത്തിൽ പരിഹാസം കൂടുകയല്ലയോ, അതിനു വേണ്ടിയിട്ടുള്ള ചാനലുകൾ തുടങ്ങുകയല്ലയോ, രാത്രി ലൈവായിരുന്നു കൊണ്ട് മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇന്ന് ഈ സമുദായത്തിൻ്റെ മക്കൾ പോലും കടന്നു വന്നില്ലയോ. നഊദു ബില്ലാഹ്. ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. ആരെയാണോ നീ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കപ്പെടുന്നതായ സാധുക്കളായ ആളുകൾ നിന്നേക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകളാകാം. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉന്നതമായ വിജയം അവർക്ക് തന്നെ ആകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. സമ്പത്ത് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പാവപ്പെട്ടവരെ അപഹസിക്കുന്നവരില്ലയോ, മറ്റുള്ളവരുടെ മുന്നിൽ താറടിച്ചുകൊണ്ട് കളിയാക്കി ഇകഴ്ത്തി സംസാരിക്കുന്നതായ ശീലമുള്ള ആളുകളില്ലയോ, അതിന് സ്റ്റേജ് വേണ്ടതില്ല. നാലാൾ കൂടുന്നെടുത്തിട്ടുണ്ട് ബ്രോസ്റ്റ് ചെയ്ത് അവനെ നശിപ്പിക്കാൻ ഉരുമ്പിടുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ. കമന്റുകൾ എഴുതിക്കൊണ്ട് മോശപ്പെട്ട തലത്തിലേക്കും സോഷ്യൽ മീഡിയ വിനിയോഗിക്കുന്നതായ ആളുകളില്ലയോ. ആളുകളെ ചിരിപ്പിക്കാനും ആളുകളെ തമാശ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിപ്പിക്കാനും അവനെ ചിരിപ്പിക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പാവങ്ങളെ ക്രൂശിച്ച് കളവാക്കുന്നതായ ആളുകളില്ലയോ. ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗം. അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായി നിരോധനം പ്രഖ്യാപിക്കുകയാണ്. പാടില്ല മുസ്ലിമേ, നീ മുഅ്മിനാണോ, നീ മുഅ്മിനത്താണോ, ഒരാൾ മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല. ولا نساء من نساء عسى أن يكن خيرا منهن. സ്ത്രീകൾക്ക് നേരെ വീണ്ടും അല്ലാഹു വിരൽ ചൂണ്ടുകയാണ്. അല്ലയോ സ്ത്രീ സമൂഹമേ, നിങ്ങളും ഒരാളെ മറ്റൊരാളെ അപഹസിക്കല്ലേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരിയാകാം, നാട്ടുകാരിയാകാം, ബന്ധുക്കളിൽപ്പെട്ടവളാകാം. ഒരാളെ പോലും അപഹസിച്ചുകൊണ്ട് താറടിച്ചുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ ചിരിക്കാൻ ഇടവരരുതേ. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. കാലം നിങ്ങൾക്ക് തിരിച്ചടി നൽകുമേ. ഇന്ന് കളിയാക്കി ചിരിച്ചവരായ ആളുകൾ നാളെ നശിക്കാൻ കാരണമാകുമേ. അവർ നിങ്ങളെക്കാൾ ഉത്തമരാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ കളിയാക്കി ചിരിക്കലുകൾക്ക് പരിപൂർണമായി വശംവദരാകും. പക്ഷെ ഒന്നും അവർ പറയൂല. പ്രതികരിക്കണമെന്നുണ്ട് പ്രതികരശേഷി നഷ്ടപ്പെട്ട ആളുകൾ, സാധുക്കൾ മറ്റുള്ളവരുടെ മുന്നിലിട്ടുകൊണ്ട് അവരെ താറടിച്ചുകൊണ്ട് സംസാരിക്കും. പൂർണ്ണമായി കേട്ടുകൊടുക്കും, ഒരക്ഷരം പോലും മിണ്ടൂല, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അസാ യകൂനു ഖൈറൻ മിൻഹും അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ആ പുരുഷനേക്കാളും ആ സ്ത്രീകളെക്കാളും ഒക്കെ ഏറ്റവും ഉത്തമം ആ സഹോദരനും ആ സഹോദരിയുമാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ അസാ ലഅല്ല എന്നൊക്കെ ഉള്ള പദം തർജിക്ക് വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുക. എങ്കിലും ഖുർആനിൽ അസയും ലഅല്ലയും ഒക്കെ വന്നാൽ ലിത്തഹഖീഖി. മഹാനായ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുന്നു, ഉറപ്പായിട്ടും അവരാണ് ഏറ്റവും ഉത്തമം എന്നർത്ഥം വെച്ചോണം. അല്ലാതെ ആയേക്കാന്നല്ല, അവർ തന്നെയാണ്. കാരണം പരിഹരിക്കപ്പെടുന്നവർ ഉറപ്പായിട്ടും വിജയിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. നിങ്ങൾ ചെറുപ്പത്തിൽ പണ്ട് പരിഹസിച്ച ആളുകളായിരിക്കും ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഉന്നതമാകുന്ന തലത്തിലെത്തിയ ആളുകൾ. അതുകൊണ്ട് പരിഹാസം ഒരിക്കലും എന്തല്ല, ഗുണമുള്ള കാര്യമല്ല. അത് ഒഴിവാക്ക്. അത് മുഅ്മിനിന് ചേർന്നതല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വിവരദോഷികളുടേതാകുന്ന അടയാളമാണ്, ജാഹിലീങ്ങളുടെ അടയാളമാണ്.
മനസ്സിലായിക്കോ? മഹാനായി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു. കൊലയാളിയെ തിരിച്ചറിയണം. അപ്പോൾ ആ കൊല ചെയ്തതാകുന്ന വ്യക്തി തന്നെ, ആ വ്യക്തിയെ കൊല ചെയ്തതാകുന്ന വ്യക്തി പോറ്റുമകനാണ്. അവനാണ് കൊല ചെയ്തത്, സമ്പത്ത് മുഴുവൻ കൈക്കലാക്കാൻ. അവൻ തന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. കൊലയാളിയെ കാണണം, കൊലയാളിയെ തിരിച്ചെടുക്കണം, എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ഇസ്രായേലി ജനതയാണ്, കൗമ തന്നെ ഓൾറെഡി വിവരമില്ലാത്ത കൗമാണ്. അങ്ങനെ ഒച്ചപ്പാടും ബഹളമായി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, കൊലയാളിയെ കണ്ടെത്തണം, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം. എന്താ സമ്പത്ത് വല്ലതും വേണോ? കാശ് വേണേൽ കാശിറക്കാം, ഒരു രക്ഷയില്ല. എന്താ വേണ്ട? സ്വർണം വേണോ? സ്വർണ്ണം എടുക്കുക. കൊലയാളിയെ തിരിച്ചറിയണം. നാട്ടിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചു. കൊല ചെയ്തതാകുന്ന വ്യക്തി തന്നെ, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. കൊല ചെയ്ത വ്യക്തി തന്നെ പതുക്കെ ആ ആളെ ആരെയെന്ന് വെച്ചാൽ അന്വേഷിക്കണം, CBI വരട്ടെ, ക്രൈംബ്രാഞ്ച് ഒഴിവാകട്ടെ, പോലീസുകാർ അന്വേഷിക്കേണ്ട, CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി നടക്കും. യഥാർത്ഥത്തിൽ ഇവൻ തന്നെയാണ് ആര്? കൊലയാളി, കുറ്റവാളി ഇവൻ തന്നെയാണ്. അപ്പോൾ അത് ആളുകൾക്ക് മുന്നിൽ അങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എന്താ, അപ്പോൾ ഇവൻ നല്ലവനാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. കേസൊക്കെ ഉടനെ ഒന്നും തെളിയൊന്നും ഇല്ലല്ലോ, കുറേ കാലം എന്തായാലും പിടിക്കും. അപ്പോൾ അത്രയും കാലം റാഹത്തായിട്ട് നിൽക്കുക. മാത്രമല്ല, ഈ പറച്ചിലൂടെ 10 പേരുടെ മുന്നിൽ ഇവൻ ആൾ ഉഷാറാണ്, ഇവൻ കുഴപ്പമില്ലാത്തവനാണെന്നുള്ളൊരു ധാരണ വരുത്തുക എന്നുള്ള ഒരവസ്ഥ വിശേഷം ഉണ്ടാക്കിയെടുക്കലാണ് ലക്ഷ്യം. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ, കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാം. അതിനെന്ത് വേണം? നല്ല ഒരു പശുവിനെ അറക്കണം. അവർ സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന് പേര് വരാൻ കാരണം ഈ പശുവിൻ്റെ ചരിത്രം. ഇതാ സംഭവം, ശരിക്കും മനസ്സിലാക്കി. പശുവിനെ ഇറക്കാൻ പറ്റുമോ? പശുവിനെ ഇറക്കാം. മുസ്ലിയാർ പശുവിനെ ഇറക്കാൻ പറഞ്ഞു എന്നൊന്നും പറയല്ലേ എൻ്റെ പൊന്നെ സാഹിബേ. 5000 വർഷം മുമ്പുള്ള ചരിത്രമാണിത്, ഇന്ന് നടക്കുന്ന കഥയല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ഇപ്പോൾ പശുവിനെ ഇറക്കാൻ പറഞ്ഞാണോ? അല്ല, ഇത് എപ്പോഴത്തെയാണ്? 5000 വർഷം മുമ്പുള്ള ചരിത്രം പറയുക ഖുർആൻ, അൽ ബഖറ. ശരിക്കും മനസ്സിലായിക്കോ. മൂസാ നബി അലൈഹിസ്സലാം 3000 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ പശുവിനെ ഇറക്കാൻ പറഞ്ഞു. ആ പശുവിൻ്റെ ക്വാളിറ്റികളും പറഞ്ഞു കൊടുത്തു. നല്ല മഞ്ഞ നിറത്തിലുള്ളതാകണം. അത് ആദ്യം അങ്ങനെ പറഞ്ഞിട്ടില്ല, പശുവിനെ ഇറക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉടനെ അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഓരോന്ന് പശുവിൻ്റെ വിശേഷണം പറ, അതിൻ്റെ കോലം, അതിൻ്റെ രൂപം, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം, അതിൻ്റെ വലിപ്പം ഒക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ആയത്തുണ്ട്, ഖുർആൻ അതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോന്നും വ്യക്തത. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഓരോന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പശു ഏറ്റവും നല്ല മഞ്ഞ നിറമുള്ളതാകണം. ഇന്നഹാ യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാഉ, അങ്ങേയറ്റം മഞ്ഞ നിറത്തിലുള്ളതാകുന്ന പശുവാകണം. നല്ല മഞ്ഞ നിറം, സാധാരണ മഞ്ഞ നിറം പോരാ. അള്ളാഹു കടുത്ത നിയമം വെച്ചു. കണ്ടാൽ കൗതുകമാകണം. ആ പശുവിനെ കണ്ടാൽ ആളുകൾക്ക് നല്ല ആകർഷണത്വം തോന്നും. അങ്ങനത്തെ നല്ല പശു, ഏറ്റവും അവിടെ ഇവിടെ മേഞ്ഞു നടക്കുന്നതൊന്നുമല്ല, അങ്ങനത്തെ ഒരു പശുവല്ല, നല്ല ഏറ്റവും ടോപ്പ് ക്ലാസ് പശുവാണ്. അതിനെ വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അവസാനം അതെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഉടനെ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സമുദായം എന്താ ചോദിക്കുന്നത്? അല്ലയോ മൂസ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അതസ്തഹ്സിഉബിന, ഞങ്ങളെ കൊണ്ട് നീ പരിഹസിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ കളിയാക്കുകയാണോ? ഇങ്ങനെ കുറേ വസുഫുകളും വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ദുനിയാവിൽ അങ്ങനെ ഒരു സാധനം കിട്ടത്തില്ല, ആ കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഊദു ബിക അൻ അകൂന മിനൽ ജാഹിലീൻ, വിവരദോഷികളിൽപ്പെട്ടവരാകുന്നതിന് തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ജാഹിലീങ്ങളുടെ ഏറ്റവും വിവരമില്ലാത്തവരുടെ പ്രവണതയാണ് ഏത്? പരിഹാസമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ജാഹിലീങ്ങളിൽപ്പെട്ടവരെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ കാരണമെന്ന് മുഫസ്സിരീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളിയാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിവരക്കേണ്ട പണിയാണെന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും അവരുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതാകുന്ന ഒരു തോന്നിവാസം, ഒരു തെറ്റാണ്, കടുത്ത തെറ്റാണിത്. അള്ളാഹു ശക്തമായി എതിർക്കാൻ, നിരോധിക്കാൻ പാടില്ല എന്ന് പറയാൻ. നമ്മൾ കൂട്ടുകാർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ ഒക്കെ ഇതുണ്ട്. സഹോദരിമാർ അവരുടെ കൂട്ടുകാർക്കിടയിൽ
അവരുടെ ബന്ധുക്കൾക്കിടയിൽ ആരെങ്കിലും ഒരാളിങ്ങനെ കൊച്ചാക്കി ചെറുതാക്കി താറടിച്ച് കാണിക്കണം. അതിനുവേണ്ടി വാട്സാപ്പിൽ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസുകൾ ഇടുക, അതിനനുസരിച്ചുള്ളതാകുന്ന വർത്തമാനങ്ങൾ പറയുക, ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇകഴ്ത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക, ഒരാളെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരാളോട് പറയുക, ഒക്കെ പറ്റും. 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ ഇകഴ്ത്തുന്ന സംസാരം നടത്തുക. ഇത് പാടില്ല. നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ ഹുജറാത്ത് ഖുർആനല്ലേ? പണ്ട് കാലത്ത് ഇതൊക്കെ ഓതി അർത്ഥം വെച്ച് ഉലമാക്കൾ വാഴ പറഞ്ഞു. ഇന്നതൊന്നും കേൾക്കാൻ ആളുകൾക്ക് സമയമില്ല, ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഏറ്റവും വലിയ കടുത്തതെത്താൻ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണിത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പുരുഷന്മാരോടും സ്ത്രീകളോടും 2 പേരോടും അള്ളാഹു എടുത്തു പറയാൻ. ആദ്യം പുരുഷന്മാരോട് പറയുന്നു, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. പുരുഷന്മാർ നിങ്ങൾ ശ്രദ്ധിക്കൻ, കാരണം നിങ്ങൾ പരിഹസിക്കപ്പെടുന്നതായ ആ വ്യക്തിയായിരിക്കും നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീകളെ നിങ്ങളും ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ താറടിച്ച് സംസാരിക്കരുത്, അവരെ നിസാരപ്പെടുത്തരുത്, ഇകഴ്ത്തരുത്. ഇകഴ്ത്തുക എന്ന് പറയുന്ന പണി നമുക്ക് ചേർന്നതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അസായകുന്ന ഖൈറൻ മിൻഹുന്ന? ആ കളിയാക്കപ്പെടുന്നതായ പരിഹസിക്കപ്പെടുന്നതായ സഹോദരിമാരായിരിക്കും ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ പരസ്പരം ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ശൈലി പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. വലാ തൽമിസൂ അൻഫുസകും. നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ നടത്തരുതേ. ഒരാളെ കുറിച്ചും താറടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നോവിക്കുന്നവനല്ല. ഒരാളെ കുറിച്ചും അത്തരത്തിലുള്ള അപക്വമാകുന്ന വചനങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ ബിൽ അൽഖാബ്. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇട്ടിരുന്നതായ പേരുകളുണ്ടാകും. ആ പേരുകൾ വിളിച്ചാൽ അവർക്ക് നാണക്കേടുണ്ടാകുമെങ്കിൽ ആ പേരുച്ചരിച്ചുകൊണ്ട് വലുതാകുമ്പോൾ അഭിസംബോധനം ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. പണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വിളിച്ച ചില പേരുകളുണ്ടാവും. ആ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ചെറിയ പിള്ള അവനെ ആ പേര് വിളിച്ചാലേ എല്ലാവർക്കും ഇടയിൽ എന്താവുള്ളൂ, പെട്ടെന്ന് പ്രസിദ്ധമാവും. വലുതായി കല്യാണം കഴിഞ്ഞ് അവൻ പെണ്ണുമ്പിള്ളയായിട്ട് ഇങ്ങനെ പോയി നിൽക്കും. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, അവൻ്റെ ഉരു പൊട്ടിയട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് അവനെ ആകെ വഷളാകുക. അപ്പോൾ അവനിങ്ങനെ കാണിക്കുന്നുണ്ട്, വിളിക്കല്ലേ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ വീണ്ടും വിളിച്ചേക്കുക. വേണമെങ്കിൽ ഒരു ഫ്ലക്സ് അടിച്ച് അവൻ്റെ വീടിൻ്റെ വാതിക്കെ കൊണ്ടുവെക്കും. കല്യാണത്തിന് അന്നത്തെ ദിവസം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നവൻ, ആ പഴയ പേരും കൂടെ മെൻഷൻ ചെയ്തിട്ട് അവൻ്റെ ഒരു ഫോട്ടോയും ബോഡി വേറെ ഏതെങ്കിലും ഒരു ആളിൻ്റെ ഒരു കോഴിയുടെ ഒരു തലയൊക്കെ വെച്ചുകൊണ്ട് റാഹത്തായിട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. എന്നിട്ട് അവൻ്റെ പൊറോട്ടയും ബീഫും പോയി മിണുങ്ങുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സമുദായത്തിൻ്റെ മക്കളുടെ അവസ്ഥയാണിത്. ആരാണ് ഈ പറയുന്നതാകുന്ന പ്രവർത്തനങ്ങളും ഈ ശൈലികളും ഒക്കെ കൊണ്ടുവന്നത്? കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളും ധൂർത്തുകളും ധൂർത്തരങ്ങുകളും ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങളൊക്കെ ഈ സമുദായത്തിലെ ഉമറാക്കൾ, പ്രായം ചെന്നതാകുന്ന താടി നരച്ച തലമുടി നരച്ച സമുന്നതമാകുന്ന ജീവിതം നയിച്ചതാകുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ വകവെച്ചു കൊടുക്കുന്നത് ഏതർത്ഥത്തിലാണ്? ഏതർത്ഥത്തിലാണ്? ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ നന്മ ഉപദേശിക്കുന്നവരും തിന്മയെ പരിപൂർണമായി തടയുന്നവരുമാകണം. അല്ലാതെ താടി നീട്ടി വളർത്തിയതുകൊണ്ടോ തലമുടി നരച്ചതുകൊണ്ടോ 5 വക്കത്ത് കൃത്യമായി പള്ളിയുടെ അകത്തലത്തിൽ ഇബാദത്തെടുത്തതുകൊണ്ടോ ഞാൻ സാലിഹാണ്, ഞാൻ അങ്ങ് രക്ഷപ്പെടും എന്ന് ഒരാളും കരുതരുത്. ഈ സമുദായത്തിലുള്ളതാകുന്ന ഈ മഹല്ലത്തിലുള്ളതാകുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ പരസ്യമായി അവനോട് ചോദിക്കാൻ, പരസ്യമായി തെറ്റ് ചെയ്തവനോട് പരസ്യമായി തന്നെ തെറ്റിതിരുത്താൻ പറയാൻ ഉതകുന്നതാകുന്ന പ്രവർത്തന മേഖലയിൽ വിരാജിച്ചവരാണ് ഈ നാട്ടിലെ ഓരോ കാരണവന്മാരും. അൽ ബറക്കത്തു അൽ അകാബിർ സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമേറെയുള്ള ആളുകളിലാണ് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന കാരണവന്മാർ, അവർ റോഡിലിറങ്ങിയാൽ ചെറുപ്പക്കാരായ ആളുകൾ ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ടിരുന്നു കൊണ്ട് കഥ പറയുന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ അതവോടുകൂടി എഴുന്നേറ്റ് നിൽക്കും. ബഹുമാന ആദരവുകളോടുകൂടി ഒരു വാക്ക് പോലും അവർക്കെതിരിൽ സംസാരിക്കില്ല. അവരൊരു പൊതുയോഗത്തിന് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇരിക്കടാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കും. ഇന്നങ്ങനെ പറയാൻ ഒരാളുമില്ല, പറഞ്ഞാൽ ഇരിക്കലുമില്ല. എന്തുകൊണ്ട്? ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി ഈ സമുദായത്തിൽ നിന്ന്. നിസ്കാരമില്ലാത്തവരായി, കള്ളു കുടിക്കുന്നവരായി, വ്യഭിചരിക്കുന്നവരായി, സിനിമ കാണുന്നവരായി, സീരിയൽ ദർശിക്കുന്നവരായി, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുമഞ്ഞളിപ്പിക്കുന്ന അശ്ലീലതയുടെ ലോകത്തേക്ക് വിരാജിക്കുന്ന സഹോദരങ്ങളായി, സഹോദരിമാരായി നമ്മളിൽ ഭൂരിഭാഗം മാറിയപ്പോൾ ചെറുപ്പക്കാരുടെ ആദരവും ബഹുമാനവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവർ നമ്മളെ കണ്ടിട്ട് ബഹുമാനിക്കുന്നില്ല. ഇന്ന് ഈ കാണുന്നതാകുന്ന കൂത്തരങ്ങുകളും കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആഭാസങ്ങളും, പുതിയാപ്പിളയെ കൊണ്ടുവരുന്നതാകുന്ന JCBയുടെ താളിൽ കൊണ്ടുവരുന്ന അതിൻ്റെതാകുന്ന ബിംബങ്ങളിൽ കൊണ്ടുവരുന്നതാകുന്ന ശൈലികളുമൊക്കെ ആനയും മേളയുമൊക്കെ ചെണ്ടമേളത്തോടുകൂടി വാദ്യമേളത്തോടുകൂടി കുടുംബത്തെ മുഴുവനും മോശപ്പെടുത്തുന്ന രീതിക്കുള്ളതാകുന്ന സിനിമാ പാട്ടുകളുമിട്ട് ഡിസ്കോ ബ്രേക്കുകളും കളിച്ചുകൊണ്ട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ചെറുപ്പക്കാർ വരുമ്പോൾ അതിന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് തലയിൽ തട്ടമിട്ട് 80 കഴിഞ്ഞ ഉമ്മ വീടിൻ്റെ ഉമ്മറത്ത് വന്നുകൊണ്ട് വെള്ളം കാലിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, നീ എന്ത് ദീനാണ് പിടിച്ചത്? നീ എവിടെ നിന്നാണ് മദ്രസയിൽ ഓതിയത്? ഏത് ആലിമിന്റെ അടുക്കലാണ് കിതാബോധി പഠിച്ചത്? ചെറുപ്പക്കാർ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾക്ക് നിങ്ങൾ വശംവദരായത്? അതുകൊണ്ടാണ് നമ്മൾ ദീനിലേക്ക് തിരിച്ചു വരണം. ഈ ദുനിയാവ് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും യഥാർത്ഥ മോമിനീങ്ങൾക്കും വേണ്ടി അള്ളാഹു വകവെച്ച് എഴുതി കൊടുത്ത, തീരെഴുതി കൊടുത്ത ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുനിയാവിൽ കള്ളുകുടിച്ചും ആഭസിച്ചും കൂത്തരങ്ങുകൾ കാട്ടിക്കൊണ്ടും ഈ പരിശുദ്ധമായ ദീനിനെ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെതാകുന്ന അവസ്ഥ നിങ്ങൾ തിരിച്ചറിയും. മനസ്സിലായിക്കോ? വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് ആളെ നോവിക്കരുത്. ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകളാണ് അല്ലേ? സ്ത്രീകൾക്കുണ്ടാകാറുണ്ട് അങ്ങനത്തെ കുത്തുവാക്കുകൾ. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കുത്തുവാക്കുകൾ പലയിടങ്ങളിൽ നിന്നും. ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുത്തി പറയുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അതായത് ആ വാക്ക് കൊള്ളിച്ച് പറയുന്ന ആരോടാ? നമ്മളിലേക്ക് ഇശാറത്താക്കിയിട്ടായിരിക്കും. അത് സമൂഹത്തിൽ നിന്ന് കൂടുകയാണ്. ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് അവനത് തിരിയും, പക്ഷെ പ്രതികരിക്കാൻ പറ്റൂല. കാരണം എന്താ? ആ രീതിക്കുള്ള കുത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ധാരാളം ഇന്നുണ്ട്. സ്ത്രീകൾക്കിടയിലുണ്ട്, അല്ലാത്തവർക്കിടയിലുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകളോട് ആദ്യം ചോദിക്കുക, 18 വയസ്സാകുമ്പോഴേ പെണ്ണ് കെട്ടുന്നില്ലേ മോളെ, കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറേ പേർക്ക് ചോദ്യമുണ്ട്, കുട്ടികൾ ഒന്നും ആയില്ല, വിശേഷമൊന്നും ആയില്ല. കുത്തി ചോദിക്കുക. ഇത് തന്നെ പേര്. ഇത് ചെറുക്കനോട് ചോദിക്കലുണ്ടാവില്ല. അവനോട് ചോദിച്ചാൽ വായിരിക്കുന്ന നല്ല പുളിച്ച തെറി കേൾക്കും. അതുകൊണ്ട് അവനോട് ചോദിക്കില്ല. പിന്നെ ആരോട് ചോദിക്കുക? പെണ്ണുങ്ങളോട് ഇങ്ങനെ ചോദിക്കുക. പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്താ വിശേഷമൊന്നും ആയില്ലേ മോളെ? ശേഷം ഉണ്ടായ താത്ത പൊഞ്ഞരിഞ്ഞാണം കൊണ്ട് ഇട്ട് കൊടുക്കും. താത്താടെ ചോദ്യം കേട്ട വിശേഷം ഉണ്ടാക്കിയിട്ട് താത്താക്ക് എന്തിനാണ്? താത്ത ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് നൽകാൻ ഉദ്ദേശിച്ച സമയത്ത് കുട്ടികളുണ്ടാവും. നിങ്ങളിങ്ങനെ ചോദിച്ച് അവരുടെ മനസ്സ് വിഷമിക്കാൻ, മാനസികമായി പ്രയാസപ്പെടാൻ, കുട്ടികളുണ്ടാകാൻ വൈകുന്ന എത്രയോ പാവങ്ങളുണ്ട്, ദമ്പതിമാരുണ്ട്. അല്ലാഹു സാലിഹീങ്ങളാകുന്ന മക്കളെ നസീബാക്കട്ടെ. അവരുടെ വിഷമം അവർ ഉള്ളിലൊതുക്കി ഏകനാകുന്ന പടച്ചറബിനോട് സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ദിക്റുകളും ഔറാദുകളും എടുത്തുകൊണ്ട് അവർ നിലകൊള്ളുമ്പോൾ അവർക്കിടയിൽ പോയിട്ട് കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്ന സഹോദരിമാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഒരു കുത്തുവാക്കിന് ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ചെന്നിട്ട് ചോദിക്കാൻ വിശേഷമായില്ലേ? വിശേഷം അവസാനം വിശേഷമായെന്ന് പിന്നെ പറയുമ്പോൾ താത്തായെ പിന്നെ കാണുന്നില്ല. മഷിയിട്ട് നോക്കിയാൽ, കാരണം താത്താക്ക് വളവെടുക്കണമായിരുന്നു. താത്ത പിന്നെ അസ്സലാമു അലൈക്കും. പിന്നെ അടുത്ത വീട്ടിലോട്ട് പോവുക. വിശേഷമായോ? അങ്ങോട്ട് പോവുക. അവസാനം ഈ താത്താക്കൊരു വിശേഷമാകും. ദുനിയാവിലും വിശേഷമാകും, ആഖിറത്തിലും വിശേഷമാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അദാബിൻ്റെ വിശേഷം, ഒരു നാശം വരാനിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കുത്തുവാക്കുകൾ ആവശ്യമില്ലാത്തത് ചോദിച്ച് നോവിക്കരുത്. നിങ്ങളും ആ അവസ്ഥയിലൂടെ കടന്നു വന്നവരല്ലേ? കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അങ്ങനെയുള്ള കുത്തുവാക്കുകൾ വെച്ചുകൊണ്ട് വീണ്ടും 10 പേരുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോഴുണ്ടാകുന്ന മാനസികമായ വിഷമം, ആ പെണ്ണിൻ്റെ ഹൃദയം പൊടിയുകയാണ്, വല്ലാതെ തളരുകയാണ്. ഒരാളും നമ്മളോട് പറയുന്നില്ല.
സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് രാത്രിയിൽ കടന്ന് കരയുകയാണ്. എത്രയോ കുടുംബങ്ങൾ അത്തരത്തിൽ തന്നെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. അവരെ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വലാ തൽമിസു അൻഫുസകും, കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വിലക്കിയ കാര്യമാണ്. വലാ തനാബസൂ ബിൽ അൽഖാബ്, അവർക്കുള്ളതാകുന്ന ലഖബ് പേരുകൾ, ചെറുപ്പകാലഘട്ടത്തിൽ തുടർന്നതാകുന്ന ചില പേരുകളുണ്ട്. ജനങ്ങൾക്കിടയിൽ അത് അറിയപ്പെട്ടാൽ വല്ലാത്ത വൃത്തികേടനാകുന്ന പേരാണ്. വൃത്തികേടാകുന്ന അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകുന്ന വാക്കാണ്. ആ വാക്കുച്ചരിച്ചുകൊണ്ട് അവരെ വിളിക്കരുതേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. മുഅ്മിനായതിനു ശേഷം എത്ര മോശപ്പെട്ട പണിയാണ് അങ്ങനെ പേര് വിളിക്കലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. അതും കൂടെ അള്ളാഹു പറഞ്ഞെടുക്കുക. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ്, ഈ മോശപ്പെട്ടതാകുന്ന പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ്. ബഅദൽ ഈമാൻ, വിശ്വസിച്ചതിന് ശേഷം അങ്ങനെ മോമിനായതിനു ശേഷം പിന്നെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മോമിനിന് യോജിച്ചതല്ല മറ്റുള്ളവരുടേതാകുന്ന പേരുകൾ. ഇരട്ടപ്പേര് വിളിക്കുക, ഇരട്ടപ്പേരുണ്ടല്ലോ പഴയ പേരുകൾ, അതൊക്കെ വിളിച്ചാൽ അവന് വല്ലാത്ത വശറ. ആ ഇരട്ടപ്പേര് ഫ്ലെക്സ് ബോർഡിൽ അടിച്ചിട്ട് കല്യാണത്തിന് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്ന കൗമാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ 10 പേരുടെ മുന്നിൽ പരസ്യപ്പെടുത്താൻ അവൻ്റെ കോലവും രൂപമൊക്കെ മാറ്റിയിട്ട് വേറൊരു കോലത്തിൽ സ്കെൽറ്റായിരിക്കുന്നവനാണെങ്കിൽ അവനെ പൊണ്ണത്തടിയുള്ളവനായിട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു കോലത്തിനും രൂപത്തിലും പാപത്തിലും ഒക്കെ ഫ്ലെക്സ് അടിച്ചിട്ട് അവനെയും അവൻ്റെ പെണ്ണിൻ്റെയും ഫോട്ടോ അവരോട് പോലും ചോദിക്കാതെ അനുവാദമില്ലാതെ കൊണ്ടുവന്നിട്ട് വലിയ ഫ്ലക്സ് അടിച്ചിട്ട് കല്യാണത്തിന് ആളുകൾ വരുമ്പോൾ വീടിൻ്റെ വാതിൽക്ക് വെക്കുക. പ്രതികരിക്കാൻ പറ്റുന്നില്ല ഇവന്. കാരണം എന്താ, ഒരാഴ്ച മുമ്പ് മറ്റൊരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് അവിടെ പോയി കള്ളും കുടിച്ച് ഡിസ്കോ ബ്രേക്ക് കാണിച്ചവന് ഇവൻ. അതുകൊണ്ട് പിന്നെ ഇവനെങ്ങനെ പ്രതികരിക്കും? ഇവൻ ഇതിനേക്കാൾ വലിയ കുരുത്തക്കേട് കാണിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊക്കെ നിർത്ത്. നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാവരും പോയിരുന്നിട്ടൊരു യാസീൻ ഓതാൻ പറ്റുമോ? ചെറുപ്പക്കാരൻ കൂട്ടുകാരൻ്റെ കല്യാണമാണ്, എല്ലാവരും കൂട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് നിങ്ങളെല്ലാവരും ആ മണിയകത്ത് കയറി നിന്നിട്ടൊരു യാസീൻ ഓത്. ഇന്ന് വരെ നടന്നിട്ടുണ്ട്. ആ ഓത് യാസീൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എടാ, ഖുർആന്റെ ഹൃദയമല്ലേ യാസീൻ. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. നബിയുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും മണിയറ കയറാനൊക്കെ കയറുന്നുണ്ടല്ലോ. ഒരു ആയത്തുൽ കുർസി, പൈശാചികത ഒഴിവാക്കാൻ വേണ്ടി ഒരു ആയത്തുൽ കുർസി ഓതലുണ്ട്. കയറിയിട്ട് അവിടെ കയറിയിട്ട് കണ്ണു വെച്ചിട്ട് നല്ല രസമുണ്ട്, അല്ലാലമാര് കേട്ടെ, ഹലാക്കാകണേന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട് ഇറങ്ങി പോരുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ആദ്യം മണിയറ ഇവൻ അറ്റാക്ക് വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. ഉമ്മാമ കയറിയിട്ട് കണ്ണു വെച്ചിട്ട് ഇറങ്ങിപ്പോയേക്കുന്നു. മണിയറ കാണാൻ വേണ്ടി കാര്യമായിട്ട് തള്ളയെ വിളിച്ച് മേളിൽ കയറ്റിയതാണ്. തള്ള മേളിൽ കയറി എന്നിട്ട് കണ്ണും മുഴിച്ചൊരൊറ്റ നോട്ടം. അതിനകത്ത് കിടക്കുന്നവർക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ പനി അസുഖമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊരു ഖുർആൻ പോലും ഓതുന്നില്ല, മണിയറ കാര്യമായിട്ട് കാണാൻ കയറിയതാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കാനും അവർക്ക് എങ്ങനെയെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനും ചിന്തിക്കുന്ന ആളുകളായി ഇന്നത്തെ തലമുറ മാറി. ഒരു അയൽവാസി നല്ലൊരു വാഹനമെടുത്തു. അയാൾ വന്നിട്ട് നമ്മളോട് പറയുക, അജയരെ വണ്ടി എടുത്ത്, ഒരു പുതിയ വണ്ടി കേട്ടോ, റാഹത്ത്. ഏത് വണ്ടി? അത് ഇന്ന വണ്ടിയായിരുന്നു. വന്നിട്ട് ഇങ്ങനെ നോക്കും, മനസ്സ് മുഴുവൻ നീറി ആശിച്ച് ഹലാക്കായിട്ട് നിൽക്കുക. അപ്പോഴും പറയാം, കൊള്ളാം കേട്ടോ, നല്ല വണ്ടി, നല്ല റാഹത്തുള്ള വണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹു ഇത് അടുത്ത ദിവസം തന്നെ ഏതെങ്കിലും വണ്ടിക്ക് അടവെക്കണേ റഹ്മാനെ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം മനസ്സങ്ങനെയായിപ്പോയി. അയൽവാസിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അടിക്കടി എനിക്ക് ഉപദേശം നൽകി, നിന്റെ അയൽവാസികളെ നീ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവസാനം ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഭയപ്പെട്ടു. എനിക്കെൻ്റെ അനന്തരമായി കിട്ടുന്നതാകുന്ന സ്വത്ത് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് കൊടുക്കാതെ അയൽവാസികൾ വന്നുകൊണ്ട് വിവരിച്ചെടുക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. അത്രയേറെ എന്നെ വന്ന് ഉപദേശിച്ചിട്ടുണ്ട് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അയൽവാസികളോടുള്ള കടപ്പാടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ.
കൂട്ടുകാരെയും കൂട്ടുകാരികളുമൊക്കെ കളിയാക്കിക്കൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ചവരില്ലയോ? അവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചവരില്ലയോ? അവരെ തമാശയ്ക്കാണ് ഉസ്താദേ ചെയ്തതെന്ന് പറയരുതേ. ഒരു തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ അപഹസിക്കാൻ അവർ നിന്ന് തന്നില്ലേ? നീയും നിന്റെ കൂട്ടുകാരും അവർ വെച്ചുകൊണ്ട് ചിരിച്ചില്ലേ, കളിച്ചില്ലേ, രസിച്ചില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമല്ലം യതുബ്. ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവർ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, ഏറ്റവും വലിയ അക്രമിയും ഏറ്റവും വലിയ തമ്മാടികളും അവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. നെടുമ്പറമ്പിലുള്ള ഓരോ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദര സഹോദരിമാരും കാതുകൊടുത്തുകൊണ്ട് കേൾക്കേണ്ട വാക്കാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചതാകുന്ന അധ്യാപനമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാകുന്ന ആദർശമാണ്. സ്വന്തം കുടുംബങ്ങളെയും അയൽവാസികളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞവരില്ലയോ, പരിഹസിച്ചവരില്ലയോ? വമല്ലം യതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ, അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ നീ തയ്യാറായിട്ടില്ല എങ്കിൽ, ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ അപഹസിച്ചവരാണ് എങ്കിൽ അതേ വ്യക്തിയുടെ അടുക്കൽ പോയിക്കൊണ്ട് പൊരുത്തം തേടണേ. അപ്പോഴല്ലേ പരിപൂർണമായ തൗബയായി മാറുകയുള്ളൂ. ആ നിലക്ക് തൗബ നീ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, ഏറ്റവും വലിയ അക്രമിയാണ്, തമ്മാടിയാണ് നീ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ മുഅ്മിൻ എന്നല്ല പേര്, നിനക്ക് യഥാർത്ഥത്തിൽ എന്താ ഇടേണ്ടത്? ഇപ്പം ഏറ്റവും വലിയ പേര് ലാലിം, അക്രമി എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം ജീവിതത്തിൽ അക്രമം ചെയ്തിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ കുരുത്തക്കേടുകൾക്കും നീ വശംവദനായിട്ടുണ്ട്, അതിനൊക്കെ കൊടപിടിച്ചിട്ടുണ്ട്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യയ്ക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. അല്ലാഹുവേ, ഈ വിനീതന്റെ ഉമ്മയുടെ ഉപ്പയാണ് ശൈഖുനാ തഴവ ഉസ്താദ്. അല്ലാഹുവിടുത്തെ ദറജ ഉയർത്തനെ അല്ലാ. 26 വർഷങ്ങൾ കഴിഞ്ഞു ശൈഖ് അവറുകൾ വഫാത്തായിട്ട്. അതിനും 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച അൽ മവാഹിബുൽ ജലിയയിൽ 10-45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രോഡീകരിക്കപ്പെട്ടതാകുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇന്ന് നടക്കുന്ന ആഭാസങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു കറാമത്ത് നിലയ്ക്ക് എഴുതി വച്ചിരിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സ്വന്തം മകളുടെ കല്യാണ സമയമെത്തുമ്പോഴാണ് വാപ്പ പണത്തിൻ്റെ ആഭാസങ്ങൾ കാണിക്കുന്നത്. ഞാൻ വലിയ പണക്കാരനാണെന്ന് 10 പേരുടെ മുന്നിൽ അറിയിക്കപ്പെടാനുള്ള ഒരവസരമായി കല്യാണത്തെ ദുർവിനിയോഗം ചെയ്യുന്ന സഹോദരങ്ങളായി മാറിയില്ലയോ? തലമുടി നരച്ച വാപ്പയാ, തലമുടിയും താടി രോമങ്ങളും നരച്ചിട്ടുള്ളതാകുന്ന പിതാവാണ്. ഉമ്മയാണോ? നല്ല പ്രായമേറെയുള്ള ഉമ്മയാണ്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് വരെ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ആ സ്വീകാര്യത ഒപ്പിക്കാൻ പണത്തിൻ്റെ പറുദീസയിൽ വിരാജിക്കുന്നവർ സ്വന്തം മകളുടെ കല്യാണം വരുമ്പോൾ ലക്ഷങ്ങൾ വാരിവരിച്ച് വിതറുകയാണ്, ആഭാസങ്ങൾ കാണിക്കുകയാണ്, ധൂർത്തുകൾ കാണിക്കുകയാണ്.
എത്ര പൈസയാണ് ചെലവഴിക്കുന്നത്. ഒരു കല്യാണം കൊണ്ട് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അംബാനിയുടെ മകൻ്റെ കല്യാണം ഈ അടുത്ത് നടന്നു. കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ആലോചിച്ച് നോക്ക്. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന പോപ്പ് ഗായകനെ കൊണ്ടുവന്ന് പാട്ടിൻ്റെതാകുന്ന മേള നടത്തിയത്. അതുപോലെ എത്രയോ താരങ്ങളെ കൊണ്ടുവന്ന് നടത്തി. നമ്മുടെ സമുദായം അതെല്ലാം വിലക്കെടുക്കാൻ എനിക്കും പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒരു പാട്ടുത്സവം നടത്താം. തലേന്ന് രാത്രിയിൽ ബുറുദ വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വേണ്ട, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനോത്ത് വേണ്ട, ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, റാത്തീബുകൾ വേണ്ട. പണ്ട് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മുഹീദ്ദീൻ റാത്തീബ് നേരത്തെ ഒരാഴ്ച മുമ്പ് ഉസ്താദുമാരെയും ഉലമാക്കളെയും ഉമറാക്കളെയൊക്കെ വിളിച്ച് നല്ലൊരു റാത്തീബ് നടത്തും. വീട് കുടിയിരിക്കലും അങ്ങനെ തന്നെ. തലേ ദിവസം ഒരു ഖുതുബിയത്തിൻ്റെ മജ്ലിസ് ഉണ്ടാകും, റാത്തീബ് ഉണ്ടാകും. ഇന്ന് എത്ര വീടുകളിലുണ്ട് മുഹീദ്ദീൻ റാത്തീബും, എത്ര വീടുകളുണ്ട് ഖുതുബിയത്തും, എത്ര വീടുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്തു വരുന്ന സാലിഹീങ്ങൾ എത്ര ആളുകളുണ്ട്. ഇന്ന് തലേന്ന് അല്ല മന്ദാകിനി തുള്ളുകയാണ്. 80 കഴിഞ്ഞ കിളവി ഇപ്പം ചാകും, എന്നാലും കുഴപ്പമില്ല, ഇതൊന്ന് തുള്ളിയിട്ടെന്നെങ്കിലും ചാകാം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. മന്ദാകിനി എന്നുള്ള പാട്ടിട്ട് കിടന്ന് തുള്ളുക. നാളെ നേരം വെളുക്കുമ്പോൾ വീടിൻ്റെ പാല് കച്ചി കയറുക, വീട് പറക്കത്തുള്ളതാക്കുക. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പേര് മോമിനിൻ്റെ പേര് ആധാർ കാർഡിൽ, റേഷൻ കാർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് തിരുത്താൻ നടക്കുക. പേരെല്ലാം മൊത്തത്തിൽ നീ തിരുത്തണം. നീ മോമിനാകുന്ന ഒരു വിശേഷണം നിന്നിലില്ല. എണ്ണിങ്ങോട് നോക്കിയാൽ ഒക്കെ കുരുത്തക്കേടാ. വെറുതെ ഇങ്ങനെ നമ്മൾ നടക്കുന്നതല്ലാതെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും കൈകൊണ്ട് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ദീനിനെതിരാണ്, ഘടകവിരുദ്ധമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ വസിക്കാൻ ഒരു യോഗ്യതയില്ല നമുക്ക്. ദുനിയാവിലുള്ള സർവ്വ ആർഭാടങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിച്ച് നമ്മൾ തീർക്കാണ് ധൂർത്തടിച്ച്. ഒരു കല്യാണം വരുമ്പോൾ പച്ചക്കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം ഒക്കെ. 90 കഴിഞ്ഞതാകുന്ന വല്യുപ്പ പോലും നിക്കറും ഇട്ടുകൊണ്ട് നടക്കാൻ, ഒരു ടീഷർട്ടും മഞ്ഞ, നല്ല റാഹത്തായിട്ട് മഞ്ഞ കല്യാണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഓരോ പേരും കെട്ടിയേക്കുക. പച്ച കല്യാണം, ചുവപ്പ് കല്യാണം, കറുത്ത കല്യാണം. എന്നിട്ട് കല്യാണത്തിൻ്റെ അന്ന് നോക്കിയപ്പോഴും എല്ലാം കറുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക. ഇതെന്ത് ട്രെൻഡാണ്, പുതിയ ട്രെൻഡ്. വയ്യത്തിന് സാധാരണ ഇടുന്ന ഒരാൾ മരിച്ചാൽ അടയാളം കൊടുക്കുന്നതാണ് കറുപ്പ്. അതും ഇട്ടുകൊണ്ട് നടക്കുക. പുതിയാപ്പളയുടെ കൂടെ അന്ന് കറുപ്പ് ഇട്ടുകൊണ്ടാണ് എല്ലാം ട്രെൻഡ്, പുതിയ ട്രെൻഡ്. അപ്പോൾ ഉണ്ടൊരു പന്തൽ ഇളക്കിക്കൊണ്ട് കുറേ പേര് വരുന്നത്. എന്താ സംഭവം? അത് ആ പെണ്ണിനെ കൊണ്ടുവരികയാണ്. വലിയ മുകളിൽ തുണി പിടിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ തുണി വാങ്ങിച്ചു കൊടുത്തു. ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, ബന്ധുക്കൾ, ഉസ്താദുമാർ, അയൽവാസികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരിക്കുന്ന സദസ്സാണ്. അപ്പോൾ പെണ്ണിനെ വരികയാണ്. യാ അല്ലാഹ് ഗുരു തക്ബീർ, യാ അല്ലാഹ് കൊണ്ടുവരിക. അങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ പാട്ടൊക്കെ ഇട്ട് കൊണ്ടുവരിക. പെണ്ണിനെ നോക്കിയപ്പോഴോ അവളുടെ മേത്ത് ഡ്രസ്സില്ല. നാട്ടുകാർക്ക് മുഴുവൻ വാപ്പ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അവിടെ ഇവിടെയൊക്കെ കീറിയിരിക്കുക ഒന്നായിട്ട് വെളിയിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എല്ലാവർക്കും. മഞ്ഞ, പച്ച, ചുവപ്പ്, അത് ഇത് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. അവസാനം പുതിയ പെണ്ണിന് ഡ്രസ്സില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം എല്ലാവരും കരുതി ഇനിയിപ്പോൾ പുതിയ ആപ്പിളയ്ക്ക് ഉണ്ടാവുമെന്ന്. നോക്കുമ്പോൾ അവൻ അവിടെ ഇവിടെയും കീറി വെച്ചിട്ടുള്ള സാധനം, തുടയെ കീറി, അവിടെയും കീറി, എല്ലാം വെളിയിൽ കിടപ്പുണ്ട്. ഇതാ വരുന്നുണ്ട് അടുത്ത്. ഇവരാണ് ദൗവജിത്തുക്ക അങ്കഹത്തുക്ക. കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്ത് ദൗവജിത്തുക്ക? ഇവൻ എന്താണ് പഠിച്ചത്? എന്താണ് ദീന്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിക്കാഹ് അങ്ങോട്ട് കഴിയാൻ കാത്തിരിക്കാൻ യാ അല്ലാഹ് ഒരൊറ്റ പൊട്ടിക്കലാണ്. ആ സാധനം പൊട്ടിച്ച് ഹത്തീബ് ചാടി ഇറങ്ങി ഓടിക്കണം. അങ്ങോട്ട് ഹത്തീബിനെ കൊണ്ടുപോയത് നമ്മുടെ പുതിയാപ്പിളയോടൊപ്പം തന്നെ ബെൻസ് കാറിലാണ്. പുതിയാപ്പിളയോട് ഫ്രണ്ടിൽ ഹത്തീബ് ഭയങ്കര റാഹത്തായിട്ടിരിക്കുകയാണ്. തിരിച്ച് ഹത്തീബിന് വണ്ടിയില്ല. റോഡിലിറങ്ങിയിട്ട് ഓട്ടോ എങ്ങനെയെങ്കിലും ദൂറിന് പള്ളിയിലെത്തണം, ഇല്ലെങ്കിൽ കമ്മറ്റിക്കാർ പിരിച്ചു വിടും. അള്ളാഹു ആക്കട്ടെ. അതിന് കഞ്ഞി പോലും ഇല്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ എവിടെ പോയിരുന്ന് കഴിക്കാനാണ്? ഹോളങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു ചാട്ടോ ഓട്ടോ അങ്ങോട്ട്. എൻ്റെ റഹ്മാനെ, ബദർ യുദ്ധമാണ് അവിടെ. അവിടെ ഒരു ഇടിയും. നമ്മൾ പള്ളിയിലെ ഉസ്താദാൻ ഒരു സീറ്റ് തരുമോ? ഉസ്താദ് നാളെ കാണും. സാർ റാഹത്ത് തന്നെയല്ലേ സാർ? എവിടെയെങ്കിലും പോയിരുന്നു കേട്ടോ ഉസ്താദ്, ശരിയെന്നാ. ആരെങ്കിലും മാറി തരുമോ? ഒറ്റ ഒരുത്തനില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഉസ്താദ് വിറക് പുരയുടെ അതൊക്കെ ഈ അടുപ്പ് വെക്കുന്ന ഭാഗത്തുകൂടെയൊക്കെ കറങ്ങി പുറകോഴി ഒരു വഴിയുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് പാവം പിടിച്ചവൻ അതിലേ കൂടെ കൊണ്ടുപോവാ. കറക്കി അതിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു സീറ്റ് ഇപ്പുറത്തിങ്ങനെ ഒഴിപ്പിച്ച്. അതിൻ്റെ ഫോട്ടോ എല്ലാം പുറത്തു വന്ന ആകെ പ്രശ്നമാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സാരിഹത്തായ സഹോദരിമാരായിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ഇത് കഴിക്കാതെ പോയാലോ അതും ഫിത്തിന. ഹാജിയാറ കല്യാണത്തിന് വന്നിട്ട് കഴിക്കാതെ പോയി, അത് ശരിയായില്ല ഉസ്താദ് കേട്ടോ, ഉസ്താദ് പരിഗണിച്ചില്ല. ഈ ഹാജിയാർ കല്യാണം പോലും വിളിച്ചിട്ടില്ലേ ഉസ്താദിനെ. പള്ളി കമ്മിറ്റിയിൽ ഒരു കത്ത് കൊടുത്തതിൻ്റെ പേരിൽ പാവം പിടിച്ചവൻ വന്നിട്ട് നിക്കാഹ് നടത്തി കൊടുത്താണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ മഹല്ലുകളിൽ നടക്കുന്നതായ തെറ്റുകളാണ്. ആദ്യം നിക്കാഹ് ക്ഷണിക്കേണ്ടത് അവരെയല്ലേ, പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ചില ആളുകൾ വിളിക്കാതിരിക്കും, അത് ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണർത്തുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരാ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഹലാലാകണ്ടേ. കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി വന്നു എന്നുള്ളതിൻ്റെ പേരിൽ നിക്കാഹിൻ്റെ ഭക്ഷണം അവർക്ക് റെഡിയാവുമോ? അനുവദിക്കപ്പെടണ്ടേ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിൽ പെണ്ണിൻ്റെ അഹിലുകാരായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ വേണ്ടത് ചെറുക്കൻ്റെ അഹിലുകാരാണ് ചെയ്യേണ്ടത്. വലീമത്ത് എന്നുള്ളതാണ് ഇസ്ലാമിലെ സൽക്കാരം. അതുതന്നെ വിവാഹബന്ധ ജീവിതത്തിന് ശേഷം ശാരീരിക ബന്ധത്തിന് അപ്പുറത്തേക്കാണ് ആ അമലിനെ പരിശുദ്ധ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുമുള്ളത്. നിൽക്കട്ടെ, പുതിയാപ്പിളയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല, ചിലപ്പോൾ പെണ്ണിൻ്റെ അഹിലുകാർ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചുകൊണ്ട് അവരാണ് നൽകുന്നത്. പുതിയാപ്പിളയുടേതാകുന്ന അഹിലുകാരാകുന്ന ആൾ വരുമ്പോൾ അവരെയും പ്രത്യേകം ക്ഷണിച്ച് പരിഗണിക്കേണ്ട ചുമതല പെണ്ണിൻ്റെ അഹിലുകാർക്കുമുണ്ട്. അവരൊരു ടേബിളെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരുക്കി കൊടുക്കണം. ഇവരെ ഇരുത്തിക്കൊണ്ട് തന്നെ സ്റ്റേജിൽ ഉടനെ തുടങ്ങുകയാണ് ആഭാസങ്ങൾ. ആ സെക്കൻഡിൽ തന്നെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. പറയുമ്പോൾ എല്ലാവർക്കും അത് ഉസ്താദ് പറയേണ്ട കാര്യമില്ലായിരുന്നു, നമുക്കെതിരെ പറയും. എനിക്കെതിരെ പറഞ്ഞ ഒരു കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത് ഉസ്താദ് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, എല്ലാവരും ഇത് സമൂഹം ഏറ്റെടുത്ത തിന്മയായിപ്പോയി. ഒരു തിന്മയാണ് നിങ്ങൾ നന്നാക്കി കാണിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതൊരിക്കലും ശരിയാവൂല. ഒരു ഹദീസ് ഓതിത്തരാം, ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ടാ റഫീഖ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരൊക്കെ ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ഇത്രയും പേര് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ബക്കറ്റ് കൊണ്ടുപോകുന്ന കറക്റ്റ് സമയമാണ്. അല്ലെങ്കിൽ ഇവർ പറയത്തില്ല നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ബക്കറ്റ് ഫ്രണ്ടിൽ കൂടെ പോയിട്ട്. അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ്. വേഗം കൊണ്ടുപോകും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ബക്കറ്റ് ഒന്ന് കൊണ്ടുപോളി, കൊണ്ടുവന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങ് റാഹത്തായ പിന്നെ ഇങ്ങെല്ലാം റാഹത്തായിട്ട് ഇരിക്കാമല്ലോ. കുറച്ച് നേരം നമുക്ക് പറയാം. ഒരു അരമണിക്കൂർ കൂടി ഇരിക്കൂലേ എല്ലാവരും? ഇരിക്കൂലേ? ആർക്കും ഒരു സ്നേഹമില്ലല്ലോ, എല്ലാവരും ഒരു ദേഷ്യം പോലെ. വന്നടം പോലെ ഉസ്താദ് ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അങ്ങനെയുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഒരു സ്വലാത്തു സുറലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുറത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാൽ സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. വർണ്ണമായ പ്രതിഫലമുള്ള സ്വതക്കയായി കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. പരലോകത്ത് ഗുണകാംക്ഷയുള്ള സ്വതക്കയായി കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാര് സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സുബഹിക്ക് ശേഷം മുടങ്ങാതെ റൂഹെ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതായ ധാരാളം സഹോദര സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ട്. നീ കബൂലാക്കണേ അല്ലാ. ഈ വിനീതനോടൊപ്പം മുടങ്ങാതെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ദർശിക്കുന്നവരുണ്ട്. നീ ഖൈർ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സദസ്സിൽ വന്നു തീർന്നിട്ടുള്ളത്, ഞങ്ങളുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ദേവര് നല്ലൊരാൾ അത് കേൾക്കാൻ വന്നേന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു നായയാണ് കേട്ടോ. സ്ത്രീകളോർക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു വന്നിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.
ബക്കറ്റ് ഇപ്പോൾ വരും, ഹൗദിലിട്ടിരിക്കുന്ന ഇപ്പോൾ എടുത്തുകൊണ്ട് വരുവുള്ളൂ, കൊണ്ടുവരും. അപ്പോൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് എല്ലാവരും കൊടുക്കണം കേട്ടോ ഒരു സദക്ക ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഇവിടെ അൽഹംദുലില്ലാ നമ്മുടെ മഹല്ലിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സാധുക്കളായ ആളുകൾ രോഗികൾക്കൊക്കെ ഉള്ള സഹായം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് എല്ലാവരും അതിലൊന്ന് ശ്രദ്ധ ചെലുത്തണം. കഴിയുന്ന സദക്ക ഇൻഷാ അല്ലാഹ് ചോദിക്കുമ്പോൾ നൽകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് ഇപ്പോഴേ പറഞ്ഞെന്തിനാണെന്നറിയോ? പിരിവ് വരുന്നുണ്ട്. ഇത് അതിനെപ്പോഴൊക്കെ കെട്ടിക്കോട്ടോ, ഇല്ല നമുക്കാർ ഇങ്ങോട്ട് കയറി വരും. സ്ത്രീകളെ ഭാഗത്തോട്ട് പോയാൽ തീർന്ന് അവിടെ കിടന്ന് ഓടും. ഏതോ വീട്ടിലാന്ന് തോന്നുന്നുണ്ടല്ലേ. ബക്കറ്റ് കൊണ്ടോ മതി. അള്ളാഹു ഇവിടുന്ന് ബാത്റൂമിൽ നിന്നും എടുത്തുകൊണ്ട് വന്നേന്ന് തോന്നുന്നുണ്ട്. അല്ല അല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പള്ളിയിലെ ബാത്റൂം ഒരിക്കലും ആവില്ല. കാരണം പള്ളിയിലെ ബാത്റൂമൊക്കെ സിസേറിയൻ ചെയ്ത മാതിരിയാണ്, കീറിയിരിക്കുക മൊത്തം. നമ്മുടെ അല്ല, പൊതുവെയുള്ള പള്ളിയല്ല പറഞ്ഞു അല്ലേ. ചിലതിന് കൊളുത്തു പോലും ഉണ്ടാവില്ല. പിന്നെ അതിനകത്തിരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ അവസ്ഥ. കൊളുത്തില്ല. ചിലർ അതിനകത്ത് കടിഞ്ഞാനിട്ട് കെട്ടിയിട്ട് വായി കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ചില ബാത്റൂമിൽ. ഇപ്പം അതൊക്കെ മാറിയട്ടെ, ഇപ്പം എല്ലാം നല്ല റാഹത്തുണ്ട്. എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, നല്ലൊരു സദക്ക കൊടുക്ക്. ഇപ്പം എല്ലാവരും ഉണർന്നിട്ടുണ്ട്. ഞാൻ ഉണർവിൽ തന്നെ ഒരു സദക്ക പോട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും, അല്ലയോ സ്വഹാബ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇദാ തഗാ നിസാഉകും, നിങ്ങളുള്ള സഹോദരിമാർ ഏറ്റവും വലിയ തെറ്റുകാരായി മാറിയാൽ, ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവരായി മാറുന്ന കാലഘട്ടം വന്നാൽ, നിങ്ങളുള്ള സ്ത്രീകൾ പിഴച്ചു പോകുന്ന കാലഘട്ടം വന്നാൽ, വഫസഖ ശുബ്ബാനുകും, നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളും റൗഡികളുമാകുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വതറക്തും ജിഹാദകും, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായ ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കുന്നതിനെ തൊട്ട് പരിപൂർണമായി നിങ്ങൾ ഒഴിവായി നിൽക്കുന്ന കാലഘട്ടം വന്നാൽ, അങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിയിട്ട് കൈഫ അൻതും ഇദാ തഗാ നിസാഉകും, ത്വഗ എന്ന് പറഞ്ഞാൽ പിഴച്ചു പോകാന്നാണ് പച്ച മലയാളം. നിങ്ങളുടെ സ്ത്രീകൾ പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം വരും. വഫസഖ ശുബ്ബാനുകും, നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ തെമ്മാടികളായി മാറും. എല്ലാം ഫാസിഖീങ്ങൾ, തെമ്മാടികൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.